प्यारे दोस्तों, आदाब वरस। 8वीं ജമാഅത്ത് के अगले ഓൺലൈൻ ക്ലാസ് में सबको खैर मुकद्दम. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 8ാം ക്ലാസ്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്നാമത്തെ പാഠമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ പാഠം നമ്മൾ ക്യാ ഖുശ്നുമാ നസാറ എന്ന ഭാഗത്തിൽ ഒരു പാർക്കിൻ്റെ കാഴ്ചകൾ പഠിച്ചു. और दूसरे सबक में एक दुआया नज़म पढ़ चुका. यानी पार्क में आने वाले बच्चे लोग डॉक्टर अल्लामा मोहम्मद इकबाल के एक मशहूर दुआया नज़म बच्चे की दुआ लपे आती है शुरू होने वाले वो दुआया नज़म പേഷ് ചെയ്യാം അല്ലേ. രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ എന്താ പഠിച്ചു? ഒന്നാമത്തെ പാഠത്തിൽ വന്ന ആ പാർക്കിൽ വന്നിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്തു? ഇക്ബാലിൻ്റെ മനോഹരമായ പ്രസിദ്ധമായ ആ ലപ്പെ ആത്തി ഹേ എന്ന് തുടങ്ങുന്ന ആ ദുആയ നസം അവതരിപ്പിക്കാനുണ്ട് കുട്ടികളല്ലേ, സിസിലിയും ജൂലിയും. അപ്പോൾ ഇനി മൂന്നാമത്തെ പാഠത്തിലേക്ക് നീങ്ങാം. ഇങ്ങനെ അവർ പാർക്കിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന വേറെയും ആളുകൾ ഇത് കാണുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അവരെന്താണ് ആലോചിക്കുന്നത്, മറ്റു കാര്യങ്ങൾ പാർക്കിൽ എന്തെങ്കിലും വേറെ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് മൂന്നാമത്തെ പാഠത്തിൽ നോക്കാം. മൂന്നാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് കൈസേ മിലും. കൈസേ മിലും എന്ന് പറഞ്ഞാൽ മിൽന എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ ലഭിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. കൈസേ മിലും എങ്ങനെ കണ്ടുമുട്ടും എന്നുള്ളതാണ് അർത്ഥം. നമുക്ക് നോക്കാം, പാഠഭാഗത്തേക്ക് നോക്കാം. पार्क के एक कोने में बेंच पर एक बूढ़ा मायूस बैठा था. पार्क के एक कोने बेंच पर एक बूढ़ा मायूस बैठा था. പാർക്കിൻ്റെ ഒരു മൂലയിൽ ഒരു ബെഞ്ചിൽ ഒരു വൃദ്ധനായിട്ടുള്ള ആൾ മായൂസ് ബൈഠാത്ത നിരാശനായിട്ട് ഇരിക്കുന്നുണ്ട്. മേരി മുന്നി ബി ആജ് ഇത്നി ഹി ബഡി ഹുയി ഹോഗി. എൻ്റെ മുന്നിയും ഇന്ന് ഇത്രക്ക് വലുതായിട്ടുണ്ടാവാം. സിസിലി और ജൂലി को गीत गाते देखकर वह सोचने लगा. സിസിലിയുടെയും ജൂലിയുടെയും ആ പാട്ട് പാടുന്നത് കണ്ടിട്ട് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി അല്ലേ. ആ നിരാശനായിരിക്കുന്ന വൃദ്ധൻ ചിന്തിക്കാൻ തുടങ്ങിയത് ഈ പാട്ട് കേട്ടപ്പോൾ, ആ കുട്ടികളെ കണ്ടപ്പോൾ എൻ്റെ മുന്നിയും ഇത്രത്തോളം വലുതായിട്ടുണ്ടാവും എന്ന് ചിന്തിച്ചു. ഉസേ ദേക്കർ 6 സാലോകെ. അവരെ കണ്ടിട്ട് 6 വർഷമായി. ജി ചാഹ്താ ഹേ കെ ഉസേ ഏക് ബാർ ഔർ ദേഖും. മനസ്സിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. ചാഹ്താ ഹേ ആഗ്രഹിക്കുന്നുണ്ട്, കെ ഉസേ ഏക് ബാർ ഔർ ദേഖും അവരെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കാണാൻ വല്ലാണ്ട് ആഗ്രഹമുണ്ട്. മലേഷ്യ ജാനാത്തോ മേരെ ലിയെ നാമുംകിൻ. മലേഷ്യ പോവുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നാമുംകിൻ, അസാധ്യമാണ്. മുझे കോൻ ലേ ജായേഗേ ബല. പിന്നെ എന്നെ ആരോ കൊണ്ടുപോകുക അല്ലേ, എന്നെ ആരും കൊണ്ടുപോകാനുമില്ല. ഏ ഹുദാ, ദൈവമേ, തൂ ഹി ബത്താക്കേ, നീ തന്നെ പറയേ. എന്തെന്നാൽ മേ അപ്പിനെ ബച്ചോം സെ കൈസേ മിലും. ഞാൻ എൻ്റെ മക്കളെ എങ്ങനെ കണ്ടുമുട്ടും അല്ലേ, എങ്ങനെ എൻ്റെ മക്കളെ ഒന്ന് കാണാം. രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കി. ഏ ഭഗവാൻ, ഏ ഭഗവാനെ, 6 साल से मेरे बेटा बहू और मेरी पोती മലേഷ്യ में है. 6 വർഷമായിട്ട് എൻ്റെ മകനും മരുമകളും പോത്തി, മേരി പോത്തി എന്ന് പറഞ്ഞാൽ പേരമകളും മലേഷ്യ മേ ഹെ, മലേഷ്യയിലാണ്. മഗർ ക്യാ കരേ, എന്താ ഇപ്പം ചെയ്യുക, പക്ഷെ എന്താ ഇപ്പം ചെയ്യുക. ബേച്ചാരെ ദോനോ മിയാ ബീവി തോ വഹാ നൗക്കരി കർത്തേ ഹെ. അപ്പോൾ ആ 2 പിന്നെ മിയാ ബീവി, എൻ്റെ മകനും മരുമകളും എന്താണ്, തോ വഹാ നൗക്കരി കർത്തേ ഹെ, മലേഷ്യയിൽ എന്താ ചെയ്യണത്, നൗക്കരി കർത്തേ ഹെ, ജോലി ചെയ്യാണ് അല്ലേ. വഹ്ബി മജ്ബൂർ ഹെ ലേക്കിൻ, വഹ്ബി മജ്ബൂർ ഹെ, ജോലി ചെയ്യൽ നിർബന്ധമാണ് അല്ലേ. ലേക്കിൻ മച്ചോക്കോ മാ ബാപ് കെ സാത്ത് രഹനാ ചാഹിയെ. മക്കൾ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അല്ലേ, അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ കൂടെയാണ് സാത്ത് രഹനാ ചാഹിയെ, നിൽക്കേണ്ടത്. ഖൈർ, എന്തായാലും നല്ലതാണ്. ഇസ് ബാർ ചുട്ടിയോമേ വോ സബ് ജറൂർ ആയെങ്കിൽ. എന്താ ഖൈർ, നല്ല കാര്യം എന്താണ്? ഇസ് ബാർ, ഇപ്രാവശ്യം ചുട്ടിയോമേ വോ സബ് ജറൂർ ഘർ ആയെങ്കിൽ, ഈ വരുന്ന വെക്കേഷനിൽ, ഈ ലീവിൽ, ഈ അവധിക്കാലത്ത് എന്താണ്, വോ സബ് ജറൂർ ഘർ ആയെങ്കിൽ, അവരെല്ലാവരും എന്തായാലും വീട്ടിൽ വരും അല്ലേ. ജറൂർ ഘർ ആയെങ്കിൽ, നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും അവർ വീട്ടിൽ വരുന്നുണ്ട്. തബ് മേ ഉൻകെ സാത്ത് ഖൂബ് കേലൂങ്ക. അപ്പം ഞാൻ അവരുടെ കൂടെ നന്നായി കളിക്കും. ഖൂബ് കേലൂങ്ക. ജി ഭർക്കെ പ്യാർ കരൂക. ജി ഭർക്കെ പ്യാർ കരൂങ്ക, മനസ്സ് നിറയെ ഞാൻ അവരെ സ്നേഹിക്കും. മേത്തോ ഉൻക ദാദാ ഹൂന. ഞാൻ അവരുടെ ദാദല്ലേ, ദാദാ അല്ലേ. മേ ഉൻക ദാദാ ഹൂന, ദാദാ, ഞാൻ അവരുടെ മുത്തച്ഛനല്ലേ. ഞാൻ എൻ്റെ മുന്നിയുടെ കൂടെ നന്നായിട്ട് കളിക്കും അല്ലേ. അദ്ദേഹം ഇങ്ങനെ സ്വയം പറയാണ്. എന്ത്, ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട്, ഒരു ബെഞ്ചിൻ്റെ ഒരു മൂലയിൽ ഒരു ബെഞ്ചിൽ പാർക്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ അദ്ദേഹം ആലോചിക്കുകയാണ് സ്വന്തം എന്താണ്,
എൻ്റെ മുന്നിൽ ഇത്ര വലുതായിട്ടുണ്ടാവും അല്ലേ. പിന്നെ ഈ കുട്ടികളെ പാട്ട് കണ്ടപ്പോഴാണ് ആലോചിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവരെ കാണാനുള്ള ആഗ്രഹം വരികയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ സ്വയം പറയണത്, എൻ്റെ മക്കൾ മലേഷ്യയിലാണ് 6 വർഷമായിട്ട് അല്ലേ, കണ്ടിട്ടില്ല 6 വർഷമായിട്ട്. അവർ പിന്നെ കാണാൻ വല്ലാത്ത കൊതിയുണ്ട്. അപ്പോൾ അവർ എന്താണ് അടുത്ത വെക്കേഷനിൽ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ അവരുടെ കൂടെ നന്നായി കളിക്കുമെന്ന് അദ്ദേഹം ഇങ്ങനെ സ്വയം പറയാണ് അല്ലേ. ആ മുത്തച്ഛൻ്റെ കഥ തന്നെ സ്വയം പറയാണ്. എന്താ, എൻ്റെ കഥ ഞാൻ തന്നെ പറയുന്നതിന് എന്താ പറയുക നമ്മൾ മലയാളത്തിൽ? ആത്മകഥ എന്ന് പറയും അല്ലേ. ആത്മകഥക്ക് എന്താ ഉറുദു പറയാം? നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു നാരിയൽ കാ പേടിൻ്റെ ആത്മകഥ അല്ലേ. എന്താ ആത്മകഥക്ക് പറയാം? ആപ് ബീത്തി. യെസ്, വെരി ഗുഡ്. ആപ് ബീത്തി എന്ന് പറഞ്ഞാൽ ആത്മകഥ അല്ലേ. ഇത് ആരുടെ ആത്മകഥയാണ്? ഒരു ബൂഡയുടെ ആത്മകഥയാണ്. ആപ് ബീത്തി എന്ന് പറഞ്ഞാൽ ആത്മകഥ അല്ലേ. ഓക്കെ. ഹം അപ്ന കഹാനി കഹിനേക്കോ ആപ് ബീത്തി ബതായെങ്കിൽ അല്ലേ. നമ്മുടെ കഥ നമ്മൾ തന്നെ പറയുന്നതിനാണ് ആത്മകഥ എന്ന് പറയും. ഓക്കെ, ഇതിലെ വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വാട്സപ്പ് വഴി ചർച്ച ചെയ്യാം. ഇത്രയേ ഉള്ളൂ 3ാമത്തെ പാഠം അല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഫിർ മിലേംഗെ. ഖുദാ ഹാഫിസ്. ശുക്രിയ.